മലപ്പുറം തൂവൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനിറങ്ങി. റോഡിലൂടെ പാഞ്ഞ കാട്ടാനക്കൂട്ടം വാഹനങ്ങൾ തകർത്തു. 3 കാട്ടാനകളാണ് ഈ മേഖലയിൽ എത്തിയത്. അരുൺ അമൃതാന്നുണ്ട്. അരുൺ ഓടി വന്ന ആ ചെറിയ പെട്ടി ഓട്ടോ ഇടിക്കുകയാണ്. ഡ്രൈവർക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ? ദിവിഷ്, നിലവിൽ ആർക്കും പരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. കരുവാരക്കുണ്ട് ഈരിങ്ങാത്തിരി പ്രദേശത്താണ് ഈ കാട്ടാനകൾ ആദ്യം പുലർച്ചെയോടെ കൂടി ഇറങ്ങുന്നത്. ടാപ്പിംഗ് തൊഴിലാളികൾ ആദ്യം ആനയെ കണ്ടു, ആനയെ തുരത്താൻ ശ്രമിച്ചു. ആ സമയത്താണ് ആന പല വഴിക്കായി ഈ കാട്ടാന കൂട്ടം ഓടുകയുണ്ടായത്. ഈ കാളികാവിന് അടുത്തുള്ള തൂര് ഭാഗത്തേക്ക് വന്നു. അവിടെ വെച്ചാണ് ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ, നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ആ സംഭവം നടന്നിരിക്കുന്നത്. ഈ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു, വാഹനം കുത്തിമറിച്ചിടാൻ ശ്രമിച്ചു ആന. പിന്നെ കാട്ടിലേക്ക് കടന്നു പോവുകയായിരുന്നു. പിന്നീട് ഒരുപാട് നേരം ഈ പ്രദേശത്ത് തുടർന്നു. ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് മാറിയിട്ടുണ്ട്. എന്നാലും ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആളുകളൊക്കെ തന്നെ വലിയ ഒരു ഭീതിയായിരുന്നു. എന്തായാലും കൃത്യമായി റൂട്ടിലാണ് നമ്മൾ ഈ കാണുന്ന ആ പിക്കപ്പ് വാൻ ഇടിച്ചിടുന്നത്? ഏത് റൂട്ടാണത്? അത് മലപ്പുറം തൂരാണ്. തൂർ എന്ന് പറയുന്ന മേഖലയിൽ തന്നെ, തൂരിന്റെ പ്രധാന നഗര മേഖലയിൽ തന്നെയാണ് ഈ സംഭവം. മറ്റ് കൂടുതൽ പുറകിലുള്ള വാഹനങ്ങൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ? ആളുകൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് ആളുകൾ ഭയചകിതരായി ഓടുന്നുണ്ടോ? എന്തെങ്കിലും പരിക്കുണ്ടോ? ആളുകൾക്ക് ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുന്നത്. പല ആളുകളുമുണ്ട്. കാരണം ആന ഇത്തരത്തിൽ വിഹരിച്ച് നടന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി ഓടിയപ്പോൾ പലരും പല ദിക്കിലേക്കായി ഓടുകയായിരുന്നു. എന്നാലും ആർക്കും പരിക്കുകളൊന്നുമില്ല. പല ആളുകളും തലനാരിക്കുക അത്ഭുതകരമായി തന്നെ രക്ഷപ്പെടുകയുമായിരുന്നു എന്നുള്ളതാണ്. ആനയെ തുരത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ ടാപ്പിംഗ് തൊഴിലാളികൾ. അതിനിടയിലാണ് ആന ഇത്തരത്തിൽ ദിശ തെറ്റി ഈ റോഡിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു വാഹനം തന്നെയാണ് ആന ഇടിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് വനമേഖലയിലേക്ക് ആന കടന്നു പോവുകയുമായിരുന്നു. വാഹനത്തിന്റെ ഫ്രണ്ട് ചില്ലും ഒക്കെ നശിച്ചിട്ടുണ്ട്. ഭാഗം ചളങ്ങിപ്പോയിട്ടുണ്ട്. ആനയുടെ ഇടിയിൽ വാഹനം പൊങ്ങി മറിയാതെ നിൽക്കുകയായിരുന്നു. എന്തോ ഭാഗ്യമാണ്. എന്തായാലും ആളുകൾക്ക് പരിക്കില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഈ RRT സംഘമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ അരുണെ? ഇത് വനപ്രദേശം എത്ര അകലെയാണ് ഇവിടെ നിന്ന്? അതെ, വനമേഖല കുറച്ച് അടുത്ത് തന്നെയാണ്. അപ്പോൾ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം എത്തി തന്നെയാണ് പിന്നീട് ആനയെ തുരത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അതനുസരിച്ചാണ് ആന പിന്നീട് ആനകളെ, ഈ 3 ആനകളാണ് ഉണ്ടായിരുന്നത്, 3 ആനകളെ കാട് കയറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. എന്തായാലും ഈ നഗരമേഖലയിൽ നിന്ന് ആന മാറിയിട്ടുണ്ട്, ജനവാസ മേഖലയിൽ നിന്ന് മാറിയിട്ടുണ്ട്. കൂടുതൽ ഉൾക്കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളതാണ് വനവകുപ്പിന്റെ ശ്രമം എന്നുള്ളത് തന്നെയാണ്. ഈ പ്രദേശത്തൊക്കെ, നിലമ്പൂർ വനമേഖലയാണ്, നമുക്കറിയാം. ഈ പ്രദേശത്തൊക്കെ കാട്ടാനകളുടെ ശല്യമൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ വട്ടാപ്പകൽ റോഡിലേക്ക് ഇറങ്ങി വലിയ ഭീതി ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ആനകളുടെ വിഹാരം എന്ന് പറയുന്നതാണ്. അത്തരത്തിലൊരു വലിയൊരു ആശങ്കയുടെ നിമിഷങ്ങൾ കൂടിയായിരുന്നു. ആ വാഹനം ഇടിച്ചു, വാഹനം അറിയാതെ പോയത് പിറകിൽ മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു നിന്നതുകൊണ്ട് തന്നെയാണ്. വാഹനം തകർന്നിട്ടുണ്ട്, വാഹനത്തിന്റെ മുൻവശമൊക്കെ തകർന്നിട്ടുണ്ട്. ആളുകൾക്ക് ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആകെ ആശ്വാസം എന്ന് പറയുന്നത്. എങ്കിലും വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവമായി മാറി. ആനയെ ഉൾക്കാട്ടിലേക്ക് തുറക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ദിവിഷ, ശരി 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 ശരി. മലപ്പുറം തൂവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 3 കാട്ടാനകളാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ഇവിടെ വന്ന ആന പിക്കപ്പ് വാൻ ഇടിച്ച് കുത്തിമറിച്ചിടാൻ ആളുകൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നത് ഭാഗ്യമാണ്. ആനകളെ വനമേഖലയിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.